പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഗ്ലോറി ഫെസ്റ്റ് എന്നുള്ള ഈ പ്രോഗ്രാമിലേക്ക് എല്ലാ ഹാർവസ്റ്റ് TV പ്രേക്ഷകർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതത്തെ അറിയിക്കുന്നു. ഹല്ലേലൂയ. ഗ്ലോറി ഫെസ്റ്റ് എന്നുള്ള ഈ പ്രോഗ്രാം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ ട്യൂസ്ഡേയും സാറ്റർഡേയും 2:30 PM നടത്തിക്കൊണ്ടിരിക്കുവാൻ സർവ്വശക്തനായ ദൈവം നമ്മളെ സഹായിക്കുന്നല്ലോ. ഇന്നത്തെ എപ്പിസോഡ് സ്പോൺസർ ചെയ്ത പ്രിയ ഫാമിലിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് നമ്മൾ നേരെ വചനത്തിലേക്ക് കടക്കുകയാണ്. ഇന്ന് നമ്മുടെ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് USA നിന്ന് ഒരു വെൽവിഷറാണ്. ആ കുടുംബത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. കർത്താവേ, ഇപ്പോൾ തന്നെ കർത്താവേ, ഞങ്ങൾ ആ പ്രിയ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ എപ്പിസോഡിനെ ഹല്ലേലൂയ ജനലക്ഷങ്ങളിലേക്ക് എത്തിക്കുവാൻ അവരുടെ കൈകളെ തുറന്ന ആ പ്രിയ ഫാമിലിയെ കർത്താവ് ഞങ്ങൾ ഇപ്പോൾ തന്നെ ഞങ്ങൾ ബ്ലസ് ചെയ്യുന്നു. അവരായിരിക്കുന്ന ജോലി മേഖലകൾ, അവരുടെ കുടുംബത്തെ ഒക്കെ ഞങ്ങൾ ഇപ്പോൾ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് ഇപ്പോൾ അനുഗ്രഹിക്കുകയാണ്. ദൈവത്തിൻ്റെ സർവ്വ അനുഗ്രഹങ്ങളും അവരുടെ മേൽ കടന്നു വരുന്നതിനായിട്ട് നന്ദി പറയുന്നു. ആമേൻ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾക്ക് നമ്മുടെ ഈ പ്രോഗ്രാമുകൾ യൂട്യൂബിലും നമുക്ക് ശ്രദ്ധിക്കാനായിട്ട് സാധിക്കും. അപ്പോസ്റ്റൽ ജാക്സൺ ജെയിംസ് എന്ന പേര് ടൈപ്പ് ചെയ്താൽ നിങ്ങൾക്ക് യൂട്യൂബിൽ നമ്മുടെ പ്രോഗ്രാമുകൾ കാണുവാൻ, മെസ്സേജുകൾ കാണുവാൻ ഇടയായിത്തീരും. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഞങ്ങളെ വിളിക്കാനുള്ള നമ്പർ താഴെയുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ സൂം മീറ്റിങ്ങിൽ പങ്കെടുക്കുവാനും ഈ വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി. അതിൻ്റെ സൂം ലിങ്കും ഞങ്ങൾ അയച്ചു തരുന്നതാണ്. ഹല്ലേലൂയ. ഈ പ്രോഗ്രാമിനെ കുറിച്ച് മറ്റൊരു വ്യക്തിയോടും കൂടെ പറയുവാൻ നിങ്ങൾ ശ്രദ്ധിച്ചാട്ടെ. ഹല്ലേലൂയ. നമ്മൾ നേരെ വചനത്തിലോട്ട് നീങ്ങുകയാണ്. ഗ്ലോറി ഫെസ്റ്റ് എന്നുള്ള ഈ പ്രോഗ്രാം, ഈ ടൈറ്റിൽ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് കുറച്ച് നാൾ കണ്ടിന്യൂസ് ആയിട്ട് ഗ്ലോറി എന്ന ആശയത്തിൽ തന്നെ നിങ്ങളോട് സംസാരിക്കുവാനായിട്ടാണ് ഞാൻ താല്പര്യപ്പെടുന്നത്, ഞാൻ ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. ആ ഗ്ലോറി എന്ന ആശയത്തിൽ ഇന്ന് എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ താല്പര്യമുള്ളത് ഇൻ ക്രൈസ്റ്റ് എന്ന് പറയുന്ന ഒരു റെവലേഷനാണ്. എല്ലാവരും ചേർന്ന് പറഞ്ഞാട്ടെ, ഇൻ ക്രൈസ്റ്റ്, ക്രിസ്തുവിൽ. എന്താണ് ഗ്ലോറി റലം എന്ന് ചോദിച്ചാൽ അതിന് പല മർമ്മങ്ങളിൽ, പല വാക്കുകൾ ഉപയോഗിച്ച് പല തലങ്ങളിൽ പൗലോസ് അതിനെ വിശദീകരിച്ചിട്ടുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട ഫ്രേസിംഗ് ആണ്, അതിലൊരു പ്രധാനപ്പെട്ട വാക്കാണ്, അല്ലെങ്കിൽ ഒരു ഫ്രേസിംഗ് ആണ് ഇൻ ക്രൈസ്റ്റ് എന്നുള്ളത്. ഹല്ലേലൂയ. ഇൻ ക്രൈസ്റ്റ് എന്ന് പറഞ്ഞ ഒരു സഭ നമുക്കിവിടെ ഉള്ളതറിയാം. അതുപോലെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു റെവലേഷനാണ്, ഗ്ലോറി റലത്തിലുള്ള ഒരു ഇഷ്ടപ്പെട്ട റെവലേഷനാണ് ഇൻ ക്രൈസ്റ്റ് റെവലേഷൻ. എല്ലാവർക്കും ഒന്ന് ചേർന്ന് പറയാൻ കഴിയുമോ? ക്രിസ്തുവിൽ, ഇൻ ക്രൈസ്റ്റ്. ഹല്ലേലൂയ. എഫേസ്യ ലേഖനം, കൊലോസ്യ ലേഖനം എന്നിങ്ങനെയുള്ള ലേഖനങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ ഈ വാക്ക് ആവർത്തിച്ച് പൗലോസ് പറയുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്താണ് ഇൻ ക്രൈസ്റ്റ്? അവിടെ പൗലോസ് പറയുകയാണ്, നമ്മളെ ക്രിസ്തുവിൽ ആണ് തെരഞ്ഞെടുത്തത്, വിളിച്ചത്, അപ്പോയിൻ്റ് ചെയ്തത് എന്നിങ്ങനെ പല പദങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമുക്ക് ചില വാക്യങ്ങളൊന്ന് വായിക്കാം. എഫേസ്യ ലേഖനം അതിൻ്റെ 1:4 ഒന്ന് വായിക്കാം. ഫോർ ഹീ ചോസ് us ഇൻ ഹിം ബിഫോർ ദ ക്രിയേഷൻ ഓഫ് ദ വേൾഡ്. കർത്താവ് നമ്മളെ അവനിൽ തെരഞ്ഞെടുത്തു. ഹല്ലേലൂയ. എഫേസ്യർ 1:4. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുപോലെ തന്നെ 7ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, എഫേസ്യർ 1:7, ഇൻ ഹിം വി ഹാവ് റിഡംഷൻ ത്രൂ ഹിസ് ബ്ലഡ്, ദ ഫർഗീവ്നെസ് ഓഫ് സിൻസ്. അവനിൽ നമുക്ക് പാപത്തിൻ്റെ വിമോചനമുണ്ട്, പാപക്ഷമയുണ്ട്. 13ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, 1:13 എഴുതിയിരിക്കുകയാണ്, ആൻഡ് യു വെർ ഓൾസോ ഇൻക്ലൂഡഡ് ഇൻ ക്രൈസ്റ്റ് വെൻ യു ഹേർഡ് ദ മെസ്സേജ് ഓഫ് ട്രൂത്ത്, ദ ഗോസ്പൽ ഓഫ് യുവർ സാൽവേഷൻ. നിങ്ങളെ ക്രിസ്തുവിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു നിങ്ങൾ ഈ സത്യ സുവിശേഷം കേട്ടപ്പോൾ തന്നെ. ഹല്ലേലൂയ. ഈ പദങ്ങളൊക്കെ ഞാൻ പഠിച്ചപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. നമ്മൾ ഗ്ലോറിയിലാണെന്ന് പറഞ്ഞാൽ നമ്മൾ ക്രിസ്തുവിലാണ്. ഹല്ലേലൂയ. ശബ്ദമുയർത്തി പറഞ്ഞാട്ടെ, ഞാൻ ക്രിസ്തുവിലാണ്. ഈ ക്രിസ്തുവിൽ എന്ന് പറയുമ്പോൾ, ഹല്ലേലൂയ, ഈ ഗ്ലോറിയിൽ എന്ന് പറയുമ്പോൾ അതൊരു ശ്രമത്തിൻ്റെ ഫലമല്ല എന്നുള്ളത് നമുക്ക് ഈ ആദ്യ വാക്യങ്ങൾ വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്ന കാര്യം ഇതാണ്, നമ്മളെ തെരഞ്ഞെടുത്തത് ക്രിസ്തുവിലാണ്.
പറയുകയാണ്, നമ്മൾ ആ വചനം കേട്ടപ്പോൾ തന്നെ നമ്മളെ ക്രിസ്തുവിൽ ആക്കി എന്നൊക്കെയാണ് എഫേസ്യർ 1:4-13 എന്നീ വാക്യങ്ങൾ എഴുതിയിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഈ ഗ്ലോറി റലത്തിൽ, ക്രിസ്തുവിൽ, ഇൻ ക്രൈസ്റ്റിലേക്കുള്ള നമ്മുടെ പ്രവേശനം എന്ന് പറയുന്നത് ഒത്തിരി ശ്രമത്തിൻ്റെ അനന്തരഫലമല്ല, മറിച്ച് എനിക്കിന്ന് നിങ്ങളോട് പറയാനുള്ള മർമ്മം ഇതാണ്: നിങ്ങൾ യേശുവിനെ അംഗീകരിച്ച ആദ്യ മിനിറ്റിൽ തന്നെ നിങ്ങൾ ആ റലത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ഹല്ലേലൂയ! നിങ്ങൾ ആ ക്രിസ്തുവിൽ ഉൾക്കൊള്ളിച്ചിരിക്കുകയാണ് നിങ്ങളെ. ആമേൻ, ഹല്ലേലൂയ! നിങ്ങൾ ഇൻ ക്രൈസ്റ്റ് ആയിരിക്കുന്നു. ഹല്ലേലൂയ! എത്ര പേര് വിശ്വസിക്കുന്നു ഞാൻ ക്രിസ്തുവിലാണ്? ഹല്ലേലൂയ! പക്ഷേ നമ്മൾ ആ സത്യത്തെ എത്രയധികം നമ്മൾ ധ്യാനിക്കുന്നു, നമ്മൾ ആ സത്യത്തെ എത്രയധികം നമ്മൾ ഏറ്റെടുക്കുന്നു എന്നതനുസരിച്ചിരിക്കും ആ റലത്തിലേക്കുള്ള നമ്മുടെ ആക്സസിൻ്റെ കീ അവിടെയാണ് കിടക്കുന്നത്. ഹല്ലേലൂയ! അതുകൊണ്ട് എല്ലാ ദിവസവും ഞാൻ രാവിലെ എഴുന്നേറ്റ് പറയുന്ന ഒരു കാര്യമുണ്ട്: ഞാൻ ക്രിസ്തുവിൽ ആണ്. ഹല്ലേലൂയ! ഞാൻ അവനിൽ ആണ്, ഞാൻ ഗ്ലോറിയിൽ ആണ്. ഹല്ലേലൂയ! ഈ പഴയ നിയമത്തെ സംബന്ധിച്ച് എല്ലാം നടക്കാൻ പോകുന്നതായിട്ടാണ്. ഹല്ലേലൂയ! കനാനിലേക്ക് കയറാൻ പോകുകയാണ്, അനുഗ്രഹത്തിലേക്ക് കയറാൻ പോകുകയാണ്. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ വാസ്തവത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ആദ്യത്തെ സത്യം ഇതാണ്: നിങ്ങൾ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ നിങ്ങൾ അവൻ്റെ പൂർത്തീകരണ പ്രവൃത്തിയുടെ ഒരു ഭാഗമായിരിക്കുകയാണ്. ഹല്ലേലൂയ! നിങ്ങൾ യേശുവിൻ്റെ പൂർത്തീകരണ പ്രവൃത്തിയുടെ ഒരു ഭാഗമായിരിക്കുന്നതിനാൽ നിങ്ങൾ യേശുവിൽ വിശ്വസിക്കുന്ന ആദ്യ മിനിറ്റിൽ തന്നെ, ഹല്ലേലൂയ, നിങ്ങൾ അവനിലാണ്. ഹല്ലേലൂയ! നിങ്ങൾ ആ റലത്തിലേക്ക് പ്രവേശിച്ച് കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ അത് നമ്മൾ എത്രയും ധ്യാനിക്കുന്നുവോ, അത് നമ്മൾ എത്രയും ചിന്തിക്കുന്നുവോ, ആമേൻ, ഹല്ലേലൂയ, അത് നമ്മൾ എത്രയും വിശ്വസിക്കുന്നുവോ, അത്രയും മാത്രമേ നമുക്കതിൽ നടക്കുവാനായിട്ട് സാധിക്കത്തുള്ളൂ. ഹല്ലേലൂയ! അതുകൊണ്ടാണ് കൊലോസ്യ ലേഖനം അതിൻ്റെ 3-ാം അധ്യായം 1-2 എഴുതിയത്: Since you have been raised with Christ, set your hearts on things above, where Christ is seated at the right hand of God. Set your minds on things above and not on earthly things. ഹല്ലേലൂയ! നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന ഇടമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പിൻ. ഹല്ലേലൂയ! നിങ്ങളുടെ മനസ്സിനെ അവിടെ സെറ്റ് ചെയ്യുവിൻ എന്നാണ് ആമേൻ കൊലോസ്യ ലേഖനത്തിൽ ഇവിടെ വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്നത്. ഹല്ലേലൂയ! എങ്ങനെയാണ് ബ്രദറെ ഈ ഗ്ലോറി റലം, ആമേൻ, ഹല്ലേലൂയ, ഞാൻ അധികം വർക്കൗട്ട് ചെയ്തെടുക്കേണ്ടത്? നിങ്ങളുടെ മൈൻഡ് അധികം ഇൻ ക്രൈസ്റ്റിൽ സെറ്റായിരിക്കണം. ഹല്ലേലൂയ! നിങ്ങളുടെ മൈൻഡ് അധികം, ആമേൻ, ഞാൻ ക്രിസ്തുവിലാണ് എന്നുള്ള വെളിപ്പാടിൽ സെറ്റായിരിക്കണം. ആ വിശ്വാസത്തിൽ നിങ്ങൾ സെറ്റ് ചെയ്യണം. ഹല്ലേലൂയ! അത് ആവർത്തിച്ച് നിങ്ങൾ പറയണം, അത് ആവർത്തിച്ച് നിങ്ങൾ പ്രഖ്യാപിക്കണം. ആ പ്രഖ്യാപനങ്ങളിലൂടെയാണ് വാസ്തവത്തിൽ ആ ഗ്ലോറി നിങ്ങളിൽ വെളിപ്പെട്ട് ആമേൻ വെളിയിലേക്ക് വരുന്നത്. ഹല്ലേലൂയ! നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ആത്മമണ്ഡലമാണ് പൂർണ്ണമായി ക്രിസ്തുവിലായിരിക്കുന്നത്. എന്നാൽ നമ്മുടെ മനസ്സിനെ നമ്മൾ നിരന്തരം ഡെയിലി നമ്മൾ പുതുക്കിയെങ്കിൽ മാത്രമേ നമുക്ക് ആ ഗ്ലോറി റലത്തിൽ നടക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ എന്ത് പറയണം എന്നറിയാമോ? ഹല്ലേലൂയ, ഞാൻ ക്രിസ്തുവിലാണ്. നിങ്ങളുടെ ആത്മാവിൽ സംഭവിച്ചിരിക്കുന്ന ആ മാറ്റത്തെ നിങ്ങൾ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കണം. നിങ്ങൾ ആവർത്തിച്ച് പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കണം. ഒരുത്തൻ ക്രിസ്തുവിലായാൽ, ഇഫ് എനിബഡി ഈസ് ഇൻ ക്രൈസ്റ്റ്, ഹി ഈസ് എ ന്യൂ ക്രിയേഷൻ. ഹല്ലേലൂയ! അതുകൊണ്ട് നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് പറയണം: ഞാൻ ക്രിസ്തുവിലാണ്, ഞാൻ ഒരു പുതിയ സൃഷ്ടിയാണ്. ഹല്ലേലൂയ! ഹല്ലേലൂയ! നിങ്ങൾ യേശുവിൻ്റെ പൂർത്തീകരണ പ്രവൃത്തിയെ നിങ്ങൾ ഓരോ നിമിഷവും വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കണം. എല്ലാവർക്കും ചേർന്ന് പറഞ്ഞാട്ടെ: ഐ ആം ഇൻ ക്രൈസ്റ്റ്. ഹല്ലേലൂയ! I am in Christ. I am in the realm of glory. Hallelujah. എന്താണ് ഈ ഇൻ ക്രൈസ്റ്റ് എന്ന് പറഞ്ഞാൽ? ഹല്ലേലൂയ! ഇൻ ക്രൈസ്റ്റ് എന്ന് പറയുമ്പോൾ എന്തൊക്കെ ആശയങ്ങൾ അതിൻ്റെ അകത്ത് വരുമെന്ന് പറഞ്ഞാൽ, ക്രിസ്തു എന്തിലൂടെയൊക്കെ കടന്നുപോയോ, അല്ലെങ്കിൽ ക്രിസ്തു എന്തൊക്കെ ഇപ്പോഴാണോ അതാണ് നിങ്ങൾ. ഹല്ലേലൂയ! എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ക്രിസ്തു ഇപ്പോൾ എന്താണോ അതാണ് നിങ്ങൾ. കാരണം നിങ്ങൾ അവനിലാണ്. നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് അവനിലാണ്. നിങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ ജീവിതം തുടരുന്നത് അവനിലാണ്. കൊലോസ്യ ലേഖനം 3:6-7 ഇങ്ങനെ പറയുന്നു: സോ ദെൻ ജസ്റ്റ് ആസ് യു റിസീവ് ജീസസ് ക്രൈസ്റ്റ്, കണ്ടിന്യൂ ടു ലിവ് യുവർ ലൈഫ്സ് ഇൻ ഹിം. നിങ്ങൾ ക്രിസ്തുവിനെ സ്വീകരിച്ചതുപോലെ തന്നെ അവനിൽ നിങ്ങളുടെ ജീവിതം തുടരുക. ആമേൻ, ഹല്ലേലൂയ! അപ്പം നമ്മളിപ്പോൾ എവിടെയാണ് തുടരുന്നത്? അവനിൽ. അവിടെ ഒന്നുകൂടെ വായിക്കുകയാണ്: കണ്ടിന്യൂ ടു ലിവ് യുവർ ലൈഫ്സ് ഇൻ ഹിം.
ഹല്ലേലൂയ. എത്ര പേർക്ക് ഈ ആശയം പിടികിട്ടുന്നുണ്ട്? നമ്മൾ അവനിലായതുകൊണ്ട് തന്നെ ഹല്ലേലൂയ, അവൻ ഇപ്പോൾ എന്തൊക്കെയാണോ, ക്രിസ്തു ഇപ്പോൾ എന്തൊക്കെയാണോ, അത് മുഴുവൻ നമ്മളായി മാറുകയാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ. നമ്മൾ അവനിലായതുകൊണ്ട് അവൻ എന്തൊക്കെയാണോ അതൊക്കെ നമ്മുടെ ആക്സസ് ആയിട്ട് മാറും. ഹല്ലേലൂയ. എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്? എഫെസ്യ ലേഖനം നമ്മൾ വീണ്ടും പഠിക്കുമ്പോൾ അവിടെ ത്രൂ ഔട്ട് പൗലോസ് എഴുതുന്ന ഒരു കാര്യമുണ്ട്, ക്രിസ്തു എല്ലാത്തെയും ജയിച്ചു കഴിഞ്ഞിരിക്കുന്നു. കൊലോസ്യ ലേഖനം നമ്മൾ പഠിക്കുമ്പോൾ അവിടെ നമുക്ക് കാണാൻ പറ്റും, 2:14 നമുക്ക് കൊലോസ്യ ലേഖനത്തിൽ കാണാം, ആമേൻ, വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധ വർഗം വെപ്പിച്ച് ഹല്ലേലൂയ അവരുടെ മേൽ ക്രിസ്തു ജയ ഉത്സവം കൊണ്ടാടിയിരിക്കുന്നു. എഫെസ്യ ലേഖനം 1-ാം അധ്യായം ആമേൻ അതിൻ്റെ 16 തൊട്ട് വായിക്കുമ്പോൾ ആമേൻ നമുക്ക് വീണ്ടും കാണാം, വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും ക്രിസ്തുവിനെ അത്യന്തം മീതെ ഇരുത്തിയിരിക്കുന്നു. ഹല്ലേലൂയ. അപ്പം ബ്രദറെ, ക്രിസ്തുവല്ലേ ഏറ്റവും അത്യന്തം മീതെ ഇരിക്കുന്നത്? ക്രിസ്തുവല്ലേ ഇതിനെയൊക്കെ ജയിച്ചത്? ഇതും ഞാനുമായിട്ട് എന്താണ് ബന്ധം? ഞാൻ പറഞ്ഞു തരാം. ഹല്ലേലൂയ. ഇൻ ദ റെലം ഓഫ് ഗ്ലോറി, ഹല്ലേലൂയ, യു ആർ ഇൻക്ലൂഡഡ് ഇൻ ക്രൈസ്റ്റ്. ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ ക്രിസ്തുവിന് സംഭവിച്ചതെല്ലാം, അതിൻ്റെ എല്ലാം ഭാഗമാകുവാൻ ദൈവം നിങ്ങൾക്ക് അവസരം നൽകുകയാണ്. ഹല്ലേലൂയ. ശബ്ദമുയർത്തി നിങ്ങൾക്കൊരു ഹല്ലേലൂയ പറയാമോ? ക്രിസ്തുവിന് എന്തൊക്കെ സംഭവിച്ചുവോ അതിൻ്റെ എല്ലാം ഭാഗമാകുവാൻ ദൈവം നിങ്ങൾക്ക് അനുവാദം നൽകുകയാണ്. അതുകൊണ്ടാണ് എഫെസ്യർ 2:6 പറഞ്ഞത്, ആൻഡ് ഗോഡ് റേസ്ഡ് us up with Christ and seated us up with him in the heavenly realms. Hallelujah. So if you are in Christ, we enjoy certain things with Christ. Hallelujah. If we are in the realm of glory in Christ, we can enjoy certain things with Christ. Hallelujah. എത്ര പേര് അത് വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ. നമ്മൾ അവനിലാണെങ്കിൽ, നമ്മൾ അവനിലായതുകൊണ്ട് അവനോട് കൂടെ നമുക്കെല്ലാം ആസ്വദിക്കാനായിട്ട് പറ്റും. എഫെസ്യർ 2:6 അധ്യായത്തിൽ എഴുതിയിരിക്കുകയാണ്, നമ്മളെ ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ച് ആമേൻ ക്രിസ്തുവിനോട് കൂടെ സ്വർഗസ്ഥലങ്ങളിൽ ഇരുത്തിയിരിക്കുന്നു. ഹല്ലേലൂയ. നമ്മൾ ആദ്യം പഠിച്ച കാര്യം ഇതാണ്, ക്രിസ്തു ഇപ്പോൾ വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും അത്യന്തം മീതെയാണ്. ഹല്ലേലൂയ. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? നമ്മൾ അവനിലായതുകൊണ്ട്, നമ്മൾ ക്രിസ്തുവിലായതുകൊണ്ട്, നമ്മൾ ഇൻ ക്രൈസ്റ്റിലായതുകൊണ്ട് ക്രിസ്തു സർവത്തെയും ജയിച്ചിരിക്കുക കൊണ്ട് നമ്മളും അതിനെ ഫ്രീ ആയിട്ട് ജയിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. എത്ര പേര് വിശ്വസിക്കുന്നു? ഇൻ ദ റെൽം ഓഫ് ഗ്ലോറി ഞാൻ തുടങ്ങുന്നത് ജയത്തിലാണ്. ഞാൻ തുടങ്ങുന്നത് ജയത്തിലാണ്. എല്ലാം കഴിഞ്ഞിട്ട് ഒത്തിരി കൈയടിച്ചിട്ട് കിട്ടുന്നൊരു കാര്യമല്ല ജയം. ഒത്തിരി പ്രവർത്തിച്ചിട്ട് കിട്ടുന്നൊരു കാര്യമല്ല ജയം. നിങ്ങളിന്ന് മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങൾ നിങ്ങളുടെ ക്രിസ്തീയ ജീവിതം ആരംഭിച്ചിരിക്കുന്നത് ജയത്തിലാണെന്ന് മനസ്സിലാക്കണം. ഹല്ലേലൂയ. നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ അതിനെ തികയ്ക്കും എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഹല്ലേലൂയ. നിങ്ങൾ എപ്പോഴും ഇനി തൊട്ട് ഗ്ലോറി റലത്തിൽ നടക്കണമെങ്കിൽ നിങ്ങൾ ആവർത്തിച്ച് പറയാൻ ആഗ്രഹിക്കേണ്ട ഒരു കാര്യം ഇൻ ക്രൈസ്റ്റ് പ്രിൻസിപ്പിളാണ്. ഹല്ലേലൂയ. നിങ്ങൾ ക്രിസ്തുവിലാണെന്ന് ആവർത്തിച്ച് നിങ്ങൾ പ്രഖ്യാപിക്കുമ്പോൾ ഹല്ലേലൂയ അവൻ എന്തൊക്കെയാണോ അത് നിങ്ങളുടേതായി മാറുവാനായിട്ട് ഇടയായി തീരും. അതുകൊണ്ട് ഞാൻ ആദ്യം തന്നെ നിങ്ങളോട് പറയട്ടെ, നിങ്ങളും വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും അത്യന്തം മീതെയാണ്. നിങ്ങൾ ക്രിസ്തീയ ജീവിതം തുടങ്ങിയിരിക്കുന്നത് ആമേൻ പൂർണ്ണമായ ജയത്തിലാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഹല്ലേലൂയ. ക്രിസ്തീയ ജീവിതത്തിൽ ആമേൻ നിങ്ങൾ ആരംഭിച്ചിരിക്കുന്നത് തന്നെ കനാനിലാണ്. ഹല്ലേലൂയ. പഴയ നിയമത്തിൽ നമുക്കറിയാം അവരെല്ലാം കനാനിലേക്ക് പോകുകയാണ്. പക്ഷെ പുതിയ നിയമത്തിൽ നിങ്ങൾ ക്രിസ്തുവിൽ, ഗ്ലോറിയിൽ, കനാനിൽ, പുതിയ നിയമ കനാനിലാണ് ഏത് വിശ്വാസിയും ജനിച്ചു വീഴുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പക്ഷെ നമ്മുടെ തലയിൽ ഇപ്പോഴും ഉള്ളത്, നമ്മുടെ മുൻപിൽ ഒരുപാട് ശത്രുക്കൾ, ഹിത്യർ, ഹിവ്യർ, എബൂസിയർ, ഇവരെല്ലാം നിൽക്കുകയാണ്, നമ്മളെ അടിച്ചു വീഴ്ത്താൻ വേണ്ടി നിൽക്കുകയാണ്, നമ്മളെ തകർക്കാൻ വേണ്ടി നിൽക്കുകയാണ്. നോ, അതല്ല സത്യം. ഹല്ലേലൂയ. നമ്മുടെ എല്ലാ ശത്രുക്കളെയും ക്രിസ്തു ആയുധവർഗം വെപ്പിച്ചതിനാൽ ക്രിസ്തുവിൽ, ഇൻ ക്രൈസ്റ്റ്, ഇൻ ദ റെൽം ഓഫ് ഗ്ലോറി നമ്മളും അവരെ ജയിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഹല്ലേലൂയ. ക്രിസ്തുവിൽ, ഹല്ലേലൂയ, ഇവിടെ എഴുതിയിരിക്കുകയാണ് നമ്മളെ അവനോടുകൂടെ അവനിൽ
സ്വർഗസ്ഥലങ്ങളിൽ ഇരുത്തിയിരിക്കുന്നു എന്നാണ് എഫേസ്യ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത്. എന്താണ് അതിൻ്റെ അർത്ഥം? സ്വർഗസ്ഥലങ്ങളിൽ എന്ന് പറഞ്ഞാൽ അത് പുതിയ നിയമ കനാനിന് തുല്യമാണ്, അത് പുതിയ നിയമ ഏദന് തുല്യമാണ്. എന്ന് പറഞ്ഞാൽ ആദാം കയറിയ ആ ഗ്ലോറിയിൽ നമ്മളെ ദൈവമാക്കിയിരിക്കുന്നു. ഓ റാസലബ്രഹോഷിയ, എത്ര പേര് വിശ്വസിക്കുന്നു ക്രിസ്തുവിൽ എനിക്ക് ഡയറക്റ്റ്ലി ഗ്ലോറി റലത്തിലോട്ട് ആക്സസ് ലഭിച്ചു കഴിഞ്ഞു? ഹല്ലേലൂയ. ഗ്ലോറി റലത്തിലേക്കുള്ള ആക്സസ് വളരെ ഡിഫിക്കൽട്ടാണെന്ന് നിങ്ങൾ ചിന്തിക്കരുത്. നിങ്ങൾ വാസ്തവത്തിൽ അവിടെയാണ് ജനിച്ചു വീണത്. ഹല്ലേലൂയ. നിങ്ങൾ ജനിച്ചു വീണിരിക്കുന്നത് പുതിയ നിയമത്തിൽ ഗ്ലോറി റലത്തിലാണ്. എന്തെങ്കിലുമൊക്കെ ശ്രമിച്ചു നിങ്ങൾ ഗ്ലോറിയിലോട്ട് കയറാൻ പോകുകയല്ല, നിങ്ങൾ ക്രിസ്തുവിൽ ആകാൻ പോകുകയല്ല, നിങ്ങൾ ക്രിസ്തുവിലാണ്. പിന്നെ ബ്രദറെ, എന്തുകൊണ്ടാണ് ഞങ്ങൾക്കത് ആക്സസ് ചെയ്യാൻ പറ്റാത്തത് എന്ന് ചോദിച്ചാൽ, നിങ്ങളുടെ മനസ്സ് അതിലേക്ക് പുതുക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ആദ്യം കൊലോസ്യ ലേഖനം 3:1 വായിച്ചിട്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞത്, ഹല്ലേലൂയ, നിങ്ങൾ ഇരിക്കുന്ന ഇടമായ ഉയരത്തിലുള്ളത് നിങ്ങൾ അന്വേഷിക്കണം. നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ അവിടെ സെറ്റ് ചെയ്യണമെന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. സെറ്റ് യുവർ മൈൻഡ്സ് ഓൺ തിങ്സ് അബവ് വേർ യു ആർ സീറ്റഡ് ഇൻ ക്രൈസ്റ്റ് വിത്ത് ക്രൈസ്റ്റ്. ഹല്ലേലൂയ. ഇനി നിങ്ങളുടെ ജോലി എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങളുടെ മനസ്സിനെ ഉപായത്താൽ പിശാച് ചതിക്കുവാൻ നിങ്ങൾ അവസരം കൊടുക്കരുത്. ഹല്ലേലൂയ. പിശാച് ആമേൻ ഹല്ലേലൂയ പിന്നെയും നിങ്ങളുടെ അടുത്ത് വന്ന് പറയും, നിങ്ങൾ തോൽവിയിലാണ്, നിങ്ങൾ പരാജയത്തിലാണ്, നിങ്ങൾ വീഴ്ചയിലാണ്, നിങ്ങൾ ആ പഴയ മനുഷ്യൻ്റെ സ്വഭാവത്തിലാണ്, നിങ്ങൾ ആ പഴയ വ്യക്തിയാണ് എന്ന് പറയുമ്പോൾ നിങ്ങൾ തിരിച്ചു മറുപടി പറയണം, അല്ല, ഞാൻ ക്രിസ്തുവിലാണ്. ഓ എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് ഇൻ ക്രൈസ്റ്റ് റെവലേഷൻ എന്നെ മാറ്റിമറിക്കുന്ന? എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് ഇൻ ക്രൈസ്റ്റ് റെവലേഷൻ്റെ പൂർത്തീകരണ പ്രവൃത്തി? ഹല്ലേലൂയ. ക്രിസ്തുവിൽ ഒരു പൂർത്തീകരണം നിങ്ങൾക്ക് വേണ്ടി ദൈവം ചെയ്ത് കഴിഞ്ഞു. ക്രിസ്തുവിൽ നിങ്ങളെ വിടുവിച്ച് കഴിഞ്ഞു. ക്രിസ്തുവിൽ നിങ്ങളുടെ ആമേൻ ശത്രുക്കളെല്ലാം ആമേൻ മാറിക്കഴിഞ്ഞു എന്ന് എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാകും, ബ്രദറെ, എല്ലാം കഴിഞ്ഞു, ഞങ്ങൾ കനാനിലാണ് തുടങ്ങുന്നത്, ഞങ്ങൾക്കിപ്പം യുദ്ധമൊന്നും ഇല്ല എന്നാണ് ബ്രദർ പറയുന്നതെങ്കിൽ, എഫേസ്യർ 6:10 മുതൽ എഴുതിയിരിക്കുന്നല്ലോ, നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും അന്ധകാരത്തിൻ്റെ ലോകാധിപതികളോടും നമുക്കൊരു പോരാട്ടമുണ്ട് എന്നാണല്ലോ ആമേൻ വചനം പറയുന്നത് എന്ന് നിങ്ങൾക്കൊരു സംശയം തോന്നാം. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതാണ്, എഫേസ്യർ 6:11 ഇങ്ങനെ എഴുതിയിരിക്കുകയാണ്, ആമേൻ, നിങ്ങൾ ദൈവത്തിൻ്റെ സർവായുധവർഗം ധരിക്കണം, എന്തെന്നാൽ പിശാചിൻ്റെ സർവതന്ത്രങ്ങളോടും എതിർത്ത് നിൽപ്പാൻ. ഹല്ലേലൂയ. വാസ്തവത്തിൽ ഗ്ലോറി റലത്തിൽ പ്രവേശിച്ചിരിക്കുന്ന, ഇൻ ക്രൈസ്റ്റിൽ പ്രവേശിച്ചിരിക്കുന്ന ഒരു വ്യക്തി പിശാചിനോടല്ല അവൻ്റെ വാസ്തവത്തിൽ യുദ്ധം ചെയ്യേണ്ടത്, പിശാചിൻ്റെ തന്ത്രങ്ങൾക്കെതിരെ മാത്രമാണ്. ഹല്ലേലൂയ. നമുക്കറിയാം, ആദാം ഗ്ലോറിക്കകത്തായിരുന്നു, അവനെതിരെ പിശാചിന് ഒരു ലീഗൽ റൈറ്റും ഇല്ല. പക്ഷെ ഒറ്റ കാര്യം മാത്രമേ അവനെതിരായിട്ടുള്ളൂ, ചതി. ഹല്ലേലൂയ. പക്ഷേ ഇവിടുത്തെ വാക്യം കാണുമ്പോൾ നമുക്ക് തോന്നും ഒരു വലിയ പോരാട്ടത്തിലാണ് നമ്മൾ. അല്ല, ആ പോരാട്ടം എന്താണെന്ന് ചോദിച്ചാൽ സത്യവും മിഥ്യയും തമ്മിലുള്ള പോരാട്ടമാണ്. ഹല്ലേലൂയ. നിങ്ങൾ എന്താണെന്ന് നിങ്ങൾ അറിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ അവിടുന്ന് വീണു പോകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട്? ആദാമിനെതിരെ വന്ന ഒറ്റ യുദ്ധം, ഗ്ലോറി റലത്തിൽ ഒരൊറ്റ യുദ്ധമേ ഉള്ളൂ പിശാചിന് ചെയ്യാൻ കഴിവുള്ളത്, ചതി. ഞാൻ സത്യമാണ് നിങ്ങളോട് പറയുന്നത്. എന്നാൽ അതിനുശേഷം പഴയ നിയമത്തിലുടനീളം കാണുന്ന ഒരു യുദ്ധമുണ്ട്. അതെന്താണ്? എല്ലാം പിശാചിൻ്റെ കയ്യിലാണ്, അല്ലേ? ഇപ്പം ആമേൻ ഹിത്യരുടെയും ഹിവ്യരുടെയും യെബൂസിയരുടെയും ആമേൻ എല്ലാവരുടെയും കയ്യിലാണ് ഇപ്പോൾ കനാൻ ഇരിക്കുന്നത്. അവരുടെ നിന്ന് പോയി അത് അവരെ യുദ്ധം ചെയ്ത് തോൽപ്പിച്ച് ആമേൻ അവരുടെ നിന്ന് എടുക്കണം തിരിച്ച്. പക്ഷേ ഈ പ്രോസസ്സ് പുതിയ നിയമത്തിൽ യേശു ചെയ്ത് കഴിഞ്ഞിട്ടാണ് നിങ്ങളെ ക്രിസ്തുവിൽ ഉൾക്കൊള്ളിച്ചത്, ഇൻ ക്രൈസ്റ്റ് ആക്കിയത്. ഇൻ ക്രൈസ്റ്റിൽ നിങ്ങൾ ഓൾറെഡി ഹെവൻലി റലത്തിലാണ്. ഹല്ലേലൂയ. വാഴ്ചകളെ അധികാരങ്ങളെ ഓൾറെഡി ആയുധവർഗം വെപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനിയും നിങ്ങൾക്ക് ഹിത്യരുമില്ല, ഹിവ്യരുമില്ല, എബൂസ്യരുമില്ല. പക്ഷെ ഒറ്റ കാര്യമുള്ളൂ, അവരുടെ തന്ത്രമുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ നമുക്ക് പോരാട്ടമുള്ളത് വാഴ്ചകളോട് അധികാരങ്ങളോടെന്ന് പറയുമ്പോൾ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. ഗ്ലോറി റലത്തിൽ ആമേൻ മെസ്സേജുകൾ കേൾക്കുന്ന നിങ്ങൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം അവൻ ആയുധത്തോടല്ല നമ്മുടെ യുദ്ധം. ഹല്ലേലൂയ. നമുക്ക് യുദ്ധമുള്ളത് അവൻ്റെ തന്ത്രത്തോടാണ്.
അതിനാണ് നമ്മൾ ക്രിസ്തുവിൽ ആരാണെന്ന് അറിയുമ്പോഴാണ് നമുക്ക് അവൻ്റെ തന്ത്രത്തിനെതിരെ യുദ്ധം ചെയ്യാൻ പറ്റുന്നത്. പൗലോസിന് 2 കൊരിന്ത്യർ 11 ഒരു ഭയം പൗലോസ് പറയുക, ഹൗവയെ പിശാച് ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളെ വല്ലവിധേനയും ചതിക്കുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. ഹല്ലേലൂയ. നിങ്ങളെ യുദ്ധം ചെയ്ത് തോൽപ്പിക്കുമെന്നോ അല്ലെങ്കിൽ ഹിവ്യരും യുദ്ധം ചെയ്തതുപോലെ നിങ്ങളെ കനാൻ നിങ്ങൾക്ക് പിടിക്കാൻ പറ്റാതെ നിങ്ങളെ തോൽപ്പിക്കുമെന്നൊരു ഒരു ഭയം പൗലോസിനില്ല. കാരണം ഗ്ലോറി റലത്തിൽ ഒറ്റ യുദ്ധമേ ഉള്ളൂ, ചതിയുടെ യുദ്ധം. സത്യം പറഞ്ഞാൽ നമ്മുടെ ക്രിസ്ത്യാനികളെല്ലാം കറക്റ്റ് റെവലേഷൻ ഇല്ലാത്തത് കൊണ്ടാണ് ചതിക്കപ്പെട്ട് തോറ്റുപോകുന്നത്. ഹല്ലേലൂയ. ആദാമിനെതിരെ, ഗ്ലോറിക്കകത്ത് നിൽക്കുന്നവനെതിരെ ഒരൊറ്റ യുദ്ധമേ ഉള്ളൂ, ചതിയുടെ യുദ്ധം. ഹല്ലേലൂയ. കാര്യം വളരെ സിമ്പിളാണ്. പക്ഷേ ഈ ചതിയെ നമുക്ക് ജയിക്കണമെങ്കിൽ ദൈവവുമായിട്ട് നമുക്കൊരു ബന്ധം വേണം. അവൻ്റെ ശബ്ദത്തിൽ നമ്മൾ നിരന്തരം ഇരുന്നെങ്കിൽ മാത്രമേ പിശാചിൻ്റെ ശബ്ദം വരുമ്പോൾ അതിനോട് മറുപടി പറയാൻ നമുക്ക് സാധിക്കത്തുള്ളൂ. അല്ലെങ്കിൽ പിശാചിൻ്റെ വാക്കുകളെ വിശ്വസിച്ച് നമ്മൾ ചില പ്രവൃത്തി ചെയ്യും, ഗ്ലോറി റലത്തിൽ നിന്ന് വെളിയിലാകും. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. നിങ്ങളുടെ യുദ്ധം നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരു ഡിഫിക്കൽട്ടി ഇല്ല. നിങ്ങൾ വിചാരിക്കുന്നത് ഞാൻ ഒത്തിരി കൈയടിച്ച്, ഞാൻ ഒത്തിരി കേട്ടിട്ടുണ്ട്, നമ്മൾ ഒത്തിരി കൈയടിച്ച് അടിച്ചടിച്ചടിച്ചടിച്ച് പിശാചിനെ പുറത്താക്കണം. അതിൻ്റെ ആവശ്യമില്ല. ഒറ്റ റെവലേഷൻ മതി അവനെ പുറത്താക്കാൻ. ഐ ആം ഇൻ ക്രൈസ്റ്റ്, ഞാൻ ക്രിസ്തുവിലാണ്, ഞാൻ ഗ്ലോറിയിലാണ് എന്ന് പറയുന്ന ആദ്യത്തെ മിനിറ്റിൽ തന്നെ അവൻ്റെ സർവ്വ പ്രോഗ്രാമുകളും നിങ്ങളുടെ ലൈഫിൽ തീർന്നു കഴിഞ്ഞിരിക്കുന്നു. ഹല്ലേലൂയ. പക്ഷെ അതിൽ തുടരണമെങ്കിൽ നിങ്ങൾക്ക് ഇൻ ക്രൈസ്റ്റ് റെവലേഷൻ വേണം, നിങ്ങൾക്ക് ഇൻ ക്രൈസ്റ്റിൻ്റെ വെളിപ്പാട് വേണം. നിങ്ങളുടെ മനസ്സിനെ അവൻ ചതിക്കാൻ ഇടവരരുത്. ഹല്ലേലൂയ. നിങ്ങളുടെ മനസ്സിനെ അവൻ വഞ്ചിക്കാൻ ഇടവരരുത്. അതുകൊണ്ട് നിങ്ങൾ യുദ്ധം ചെയ്യേണ്ട സത്യം അരക്കി കിട്ടിക്കൊണ്ടാണ്. ആമേൻ. യുദ്ധത്തിൻ്റെ ഹല്ലേലൂയ എന്തൊക്കെ ആയുധങ്ങൾ അതേ പൗലോസ് നമുക്ക് തന്നിരിക്കുന്നേ? സത്യം ആദ്യം തന്നേക്കുന്നത്. ഹല്ലേലൂയ. വചനമാണ് നമുക്ക് തന്നിരിക്കുന്നത്, നീതിയാണ്, ദൈവത്തിൻ്റെ നീതിയാണ് നമുക്ക് തന്നിരിക്കുന്നത്. അതുകൊണ്ട് ആദ്യം നമ്മൾ എടുക്കേണ്ട സത്യമാണ്. ഈ ഗ്ലോറി റലത്തിൽ തുടരുവാൻ ഏറ്റവും ആവശ്യം പ്രാർത്ഥനയേക്കാൾ ഉപവാസത്തേക്കാൾ ഒക്കെ ഉപരി നമുക്ക് ആവശ്യം നമ്മുടെ അകത്ത് റെവലേഷൻ വേണം, നമ്മുടെ അകത്ത് ട്രൂത്ത് വേണം, നമ്മുടെ അകത്ത് ദൈവത്തിൻ്റെ വാക്കുകളുടെ റെവലേഷൻ ഉണ്ടെങ്കിലേ നമുക്ക് ഗ്ലോറി റലത്തിൽ സസ്റ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് ഞാൻ ക്രിസ്തുവിലാണ്, ഞാൻ ഗ്ലോറിയിലാണ്? എത്ര പേർക്ക് ഇഷ്ടപ്പെട്ടു ആ പദം ഐ ആം ഇൻ ക്രൈസ്റ്റ്? ആമേൻ. ക്രിസ്തുവിൽ ഗ്ലോറിയിൽ എപ്പോഴും ഒരു പരിപൂർണത നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതും കൂടെ പറഞ്ഞ് ഞാൻ നിർത്തുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. കൊലോസ്യർ 2:10 എഴുതിയിരിക്കുകയാണ്, 9:10 എഴുതിയിരിക്കുകയാണ്, For in Christ all the fullness of deity lives in bodily form. ക്രിസ്തുവിൽ സർവ്വ ദൈവത്വവും ആൾരൂപമായി വസിക്കുന്നുവല്ലോ. 10ാം വാക്യം, and in Christ you have been brought to fullness. അവിടെ എന്താണ് എഴുതിയിരിക്കുന്നത്? ക്രിസ്തുവിൽ സർവ്വ ഡിവൈൻ നേച്ചറിൻ്റെയും പൂർണ്ണത കാണാൻ പറ്റും. ക്രിസ്തുവിൽ നിങ്ങളും പൂർണ്ണരായല്ലോ. ഹല്ലേലൂയ. പൂർണ്ണതയിലേക്ക് നിങ്ങൾക്ക് വരണമെങ്കിൽ നിങ്ങൾ ഒരു റെവലേഷൻ പ്രാപിക്കണം. ക്രിസ്തുവിൽ ഞാൻ പൂർണ്ണനായി കഴിഞ്ഞിരിക്കുന്നു. ഹല്ലേലൂയ. എത്ര പേർക്ക് ആ വെളിപ്പാടിനെ ഒന്ന് സ്വീകരിക്കാനായിട്ട് കഴിയും? ക്രിസ്തുവിൽ നിങ്ങളെ ഫ്രീ ആയിട്ട് നിങ്ങളുടെ ആത്മമണ്ഡലം ഒരു പൂർണ്ണതയിലോട്ട് കടന്നു കഴിഞ്ഞിരിക്കുന്നു. ഹല്ലേലൂയ. അത് വിശ്വസിച്ചു തുടങ്ങുമ്പോഴാണ് നിങ്ങളിൽ നിന്ന് പൂർണ്ണതയുടെ പ്രവർത്തികൾ വെളിയിലേക്ക് ഒഴുകാനായിട്ട് പോകുന്നത്. ഹല്ലേലൂയ. എല്ലാവരും എന്നോട് കൂടെ ചേർന്ന് പറഞ്ഞാട്ടെ, ഞാൻ ക്രിസ്തുവിൽ പൂർണ്ണനാണ്. ഹല്ലേലൂയ. പക്ഷെ ഞാൻ നമ്മുടെ ക്രിസ്തീയ ലോകത്തിൽ പരിശോധിച്ചപ്പോൾ ആളുകൾ അവരുടെ വീക്ക്നെസ്സുകളെ കുറിച്ചാണ് കൂടുതൽ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഞാനിപ്പോഴും പഴയ ആളാണ്, ഞാനിപ്പോഴും എന്നെ കൊണ്ടൊന്നും കഴിയത്തില്ല. അത് പറയുന്നത് നിങ്ങൾ നിർത്തണം. എന്നിട്ട് നിങ്ങൾ ക്രിസ്തുവിൽ നിങ്ങൾക്ക് എന്തൊക്കെ കഴിയുമെന്ന് പറയണം. ഞാൻ ക്രിസ്തുവിൽ പുതിയ സൃഷ്ടിയാണ്. എൻ്റെ പഴയ മനുഷ്യൻ മരിച്ചിരിക്കുന്നു. ക്രിസ്തുവിൽ ഞാൻ സ്വതന്ത്രനാണ്. ക്രിസ്തുവിൽ എനിക്കെല്ലാം സാധിക്കും. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം എനിക്ക് സകലവും സാധിക്കും. ക്രിസ്തുവിൽ 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 ഞാൻ പുതിയ ആളാണ് എന്ന് പറയുന്നിടത്താണ് വാസ്തവത്തിൽ ഗ്ലോറിയുടെ ആക്സസുകൾ തുറക്കുന്നത്.
ഹല്ലേലൂയ. ഗ്ലോറിയുടെ ആക്സസ്സുകൾ നിങ്ങൾക്ക് വർക്കിലൂടെ അല്ല തുറക്കുന്നത്, ഫെയ്ത്തിലൂടെയാണ് തുറക്കുന്നത്, വിശ്വാസത്താലാണ്. ഈ വചനത്തിൻ്റെ വെളിപ്പാട് നിങ്ങളുടെ മേൽ വരുമ്പോഴാണ് ആ ആക്സസ് കീ നിങ്ങൾക്ക് കിട്ടുന്നത്. അതുകൊണ്ടാണ് പത്രോസ് ഒരു വെളിപ്പാട് പറഞ്ഞപ്പം പുള്ളിയോട് യേശു പറയുകയാണ്, സ്വർഗത്തിൻ്റെ താക്കോൽ, ആമേൻ, ഹല്ലേലൂയ, ഞാൻ നിനക്ക് തരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഐ ആം ഗിവിംഗ് യു ദ കീസ്. ആ താക്കോലുകൾ പ്രാപിക്കാൻ പത്രോസിനെ, ആമേൻ, യോഗ്യമാക്കിയത് എന്താണ്? റെവലേഷനാണ്. ഹല്ലേലൂയ. ഇന്ന് കർത്താവിൻ്റെ കൂടെ ഇരുന്ന് നിങ്ങൾക്കൊരു റെവലേഷൻ കൃത്യമായിട്ട് പ്രാപിക്കാമെങ്കിൽ, ഹല്ലേലൂയ, നിങ്ങളുടെ ലൈഫിൽ അസാധാരണമായ വിടുതലുകൾ വെളിപ്പെടാനായിട്ട് പോവുകയാണ്. ഹല്ലേലൂയ. എത്ര പേർക്ക് ഇന്നത്തെ വചനം മനസ്സിലാവുന്നുണ്ട്? ഇൻ ക്രൈസ്റ്റ് ഐ ഹാവ് ബീൻ ബ്രോട്ട് to fullness. In Christ, amen, I am a new creation. In Christ, I am already in the realm of glory. In Christ, I am already in the realm of Canaan. ഞാൻ എൻ്റെ അവകാശത്തിലാണ്, ഞാൻ എൻ്റെ മഹിമാധനത്തിലാണ്, ഞാൻ പുതിയ സൃഷ്ടിയാണ് എന്ന് പറഞ്ഞ് വിശ്വസിക്കുന്നിടത്താണ് ഈ റലത്തിൻ്റെ ആക്സസ് തുടങ്ങുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഇത് പ്രാർത്ഥിക്കുമ്പോൾ, ഹല്ലേലൂയ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നത്, ഹല്ലേലൂയ, നിങ്ങൾ എന്താണെന്ന് നിങ്ങൾക്ക് വെളിപ്പെട്ട് വരട്ടെ. ഹല്ലേലൂയ. ക്രിസ്തുവിൽ നിങ്ങൾ ആരായി എന്ന് നിങ്ങൾക്ക് വെളിപ്പെട്ട് വരാനായിട്ട് ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. ഓൾറെഡി ക്രിസ്തുവിൽ, നിങ്ങൾ യേശുവിൽ വിശ്വസിക്കുന്ന മിനിറ്റിൽ തന്നെ നിങ്ങൾ എന്തൊക്കെയോ ആയി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഹല്ലേലൂയ. അവൻ നല്ല പ്രവൃത്തിയെ നിങ്ങളിൽ ആരംഭിച്ച് കഴിഞ്ഞിരിക്കുന്നു. അതറിയുമ്പോഴാണ് അത് നമ്മളിൽ നിന്ന് ഒഴുകി വെളിയിൽ വരുന്നത്. അതിനോട് എഗ്രിമെൻ്റ് ചെയ്യുമ്പോഴാണ് അത് നമ്മളിൽ നിന്ന് ഒഴുകി വെളിയിൽ വരുന്നത്. ഞാൻ പഴയതാ, എന്നെ കൊണ്ടൊന്നിനും കഴിയത്തില്ല, ഞാൻ പിശാചിൻ്റെ പോലെ പ്രവർത്തിക്കുന്ന ആളാണ്, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും തോറും നിങ്ങൾ ആ പഴയ ആളിലേക്ക് പോകും. എന്നാൽ ഞാൻ ക്രിസ്തുവിനോട് ക്രൂശിക്കപ്പെട്ടു, ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തുവിൽ ഞാനൊരു പുതിയ സൃഷ്ടിയാണ് എന്ന് പറയും തോറും ആ പുതുമകൾ നിങ്ങളുടെ ലൈഫിലേക്ക് വെളിപ്പെട്ട് വരാനായി തുടങ്ങും. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്നു. കർത്താവേ, ഇപ്പോൾ തന്നെ ഈ പ്രിയ ജനത്തിനു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, ഇവരുടെ മേൽ അസാധാരണമായ ഒരു മഹത്വത്തിൻ്റെ ആക്സസ് നീ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ക്രിസ്തുവിൽ ആ ഒരു പൂർത്തീകരണ പ്രവൃത്തിയിലേക്ക് ഇവർക്ക് കയറുവാൻ ഒരു ബലം ദൈവം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പാ, ഹല്ലേലൂയ. ഒരു അസാധാരണ ഗ്ലോറി ഇവരുടെ ഭവനത്തിൽ വെളിപ്പെടട്ടെ, ഇവരുടെ ജീവിതത്തിൽ സ്വാതന്ത്ര്യം വെളിപ്പെടട്ടെ, പുതുമ വെളിപ്പെടട്ടെ, ഇവർ പുതിയ സൃഷ്ടിയാണെന്നുള്ള ബോധ്യം ലഭിക്കട്ടെ, ഇവർ ക്രിസ്തുവിലാണെന്നുള്ള ബോധ്യം ലഭിക്കട്ടെ. കർത്താവേ, ഇൻ ക്രൈസ്റ്റ്, കർത്താവ്, ഇവർ ഓൾറെഡി എല്ലാ പൈശാചിക പോരാട്ടങ്ങളെയും ജയിച്ച് കഴിഞ്ഞു എന്ന് ഇവർ മനസ്സിലാക്കട്ടെ. ക്രിസ്തു എന്തൊക്കെയാണോ അതൊക്കെയാണ് ഇവർ എന്നിവർ മനസ്സിലാക്കട്ടെ. അത് പിശാചിനോട് പറയുവാൻ തക്കവണ്ണം ഇവർ പ്രാപ്തരാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇവരുടെ ലൈഫിൽ ഓൾറെഡി ഹീലിംഗ് വെളിപ്പെട്ടതിനായി സ്തോത്രം. ഇവരുടെ ലൈഫിൽ ഓൾറെഡി ഡെലിവറൻസ് ആക്ടിവേറ്റഡ് ആയിരിക്കുന്നതിനായി സ്തോത്രം. ഇൻ ദ റെലം ഓഫ് ഗ്ലോറി ഇവർ ഫുൾനെസ്സിലായതിനായി സ്തോത്രം. ഇവർ ക്രിസ്തുവിൽ പരിപൂർണരായിരിക്കുന്നതിനായി സ്തോത്രം. ക്രിസ്തുവിൽ ഇവർ സർവ്വ ഡിവൈൻ നേച്ചറിലോട്ടും ഇവർക്ക് ആക്സസ് ലഭിച്ചു കഴിഞ്ഞതിനായി സ്തോത്രം. കർത്താവെ, ഓൾറെഡി കർത്താവ് ഇവർക്ക് വേണ്ടി വൻ കാര്യങ്ങളെ ചെയ്ത് കഴിഞ്ഞതിനായി സ്തോത്രം. അപ്പ, ആ തിരിച്ചറിവ്, ആ ക്രൂശിലെ പൂർത്തീകരണ പ്രവൃത്തിയെക്കുറിച്ചുള്ള വലിയ തിരിച്ചറിവ് ഇന്ന് ഈ ഉച്ചതിരിഞ്ഞ സമയത്ത് ഇവർക്ക് ഉണ്ടാകട്ടെ. തിരുക്കരത്തിൽ ഇവരെ ഓരോരുത്തരെയും ഏൽപ്പിക്കുകയാണ്, തിരുക്കരത്തിൽ ഏൽപ്പിക്കുന്നു. അപ്പ, യേശുവിൻ നാമത്തിൽ തന്നെ പ്രാർത്ഥിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ. ഗോഡ് ബ്ലസ് യു. ഹല്ലേലൂയ. നമ്മുടെ പ്രോഗ്രാമുകൾ എല്ലാ ട്യൂസ്ഡേയും സാറ്റർഡേയും നിങ്ങൾക്ക് കാണാവുന്നതാണ്. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. ഗോഡ് ബ്ലസ് യു. ആമേൻ, ആമേൻ, ആമേൻ.